നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടിൻഡലൈസേഷൻ ആയിരുന്നു. ആ ടിൻഡലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ. അപ്പോൾ നമ്മളോരോ ഇൻ്റർവെല്ലിലാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെറിലൈസറിൻ്റെ പേരാണ് കോച്ച് ഓർ അർണോൾഡ് സ്റ്റീം സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. ആ ഇൻസ്ട്രുമെൻ്റാണ് ഇത് കാണുന്നത്, കണ്ടോ. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മളിതിനെ ഇതിനകത്ത് വെച്ചിട്ട് നമ്മളിതിനെ ടെമ്പറേച്ചർ കൊടുക്കുന്നു. അത് എക്സ്പോഷർ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുള്ള എല്ലാ വെജിറ്റേറ്റീവ് ഫോംസും എന്താവുന്നു, കില്ലാവുന്നു. അതിനുശേഷം നമ്മളൊരു ഇൻ്റർവെൽ നമ്മളതിനെ കുറച്ച് നേരം വയ്ക്കും, എന്നിട്ട് ഹീറ്റ് കൊടുക്കാതെ വയ്ക്കും. ആ ഒരു ടൈമിൽ ഇതിനകത്തുള്ള സ്പോറ് എന്ത് ചെയ്യും, ജെർമിനേറ്റ് ചെയ്ത് വീണ്ടും വരും. എന്നിട്ട് അതെന്തായിട്ട് മാറും, വെജിറ്റേറ്റീവ് ഫോമായിട്ട് മാറും. അപ്പോൾ ആ വെജിറ്റേറ്റീവ് ഫോം ആയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ വെജിറ്റേറ്റീവ് ഫോമും കില്ല് ചെയ്യുന്നു. അങ്ങനെ ഫുള്ളായിട്ട് അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നു. നമ്മുടെ എഗ്ഗ്, സെറം അല്ലെങ്കിൽ ഷുഗർ കണ്ടെയ്നിങ് ആയിട്ടുള്ള മീഡിയാസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോച്ച് ഓർ അർണോൾഡ് സ്റ്റീം സ്റ്റെറിലൈസർ യൂസ് ചെയ്യും. ഇനി വരുന്നതാണ് ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ്. ഈ ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസിൽ വരുന്നത് എന്താണ്, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സ്റ്റീമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോട്ട് എയർ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിനേക്കാളിലും കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷനാണ് ഈ സാച്ചുറേറ്റഡ് സ്റ്റീം ഉപയോഗിച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹോട്ട് എയർ ഓവൻ എങ്ങനെയായിരുന്നു, ഇലക്ട്രിസിറ്റി വഴി നമ്മൾ ഹീറ്റ് കൊടുത്ത് നമ്മളതിനെ ഓർഗാനിസത്തിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സ്റ്റീം അണ്ടർ പ്രഷറിൽ വരുന്ന ഒന്നാണ് നമ്മുടെ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓട്ടോക്ലേവിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് അതൊരു ഇക്വിപ്മെൻ്റാണ്, ഈ കാണുന്നതാണ്. ഇത് രണ്ടും ഓട്ടോക്ലേവ് ആണ്. ഇതിനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, വെള്ളം നിറയ്ക്കും. നമുക്കൊരു ഇതിനൊരളവുണ്ട്, ആ അളവിൽ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ വെള്ളത്തിന് മുകളിലായിട്ടൊരു പാത്രം പോലെ ഒരിതുണ്ട്. എന്നിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ഈ നമ്മുടെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റ്, അതുപോലെ തന്നെ മീഡിയ, പ്ലേറ്റ്സ് വയ്ക്കും, അതുപോലെ തന്നെ മീഡിയാസ് വയ്ക്കും. അങ്ങനെയുള്ള സ്റ്റെറിലൈസ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് വയ്ക്കും. ഇതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഓണാക്കുമ്പോഴത്തേക്കും ഇതിനകത്തെ വെള്ളം തിളയ്ക്കും. അപ്പോൾ ആണ് ആ സ്റ്റീം വഴി നമ്മളിതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നു. ഇതുണ്ട്, ഇറ്റ് പ്രൊവൈഡ് ഗ്രേറ്റർ ലീതൽ ആക്ഷൻ ഓഫ് മോയിസ്റ്റ് ഹീറ്റിൽ ഏറ്റവും ഒരു നല്ലൊരു ആക്ഷൻ കാണിക്കുന്ന ഒരിതെന്ന് പറയുന്നത് ഈ സ്റ്റീം അണ്ടർ പ്രഷറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇത് ക്വിക്കറാണ്. ഹീറ്റിങ്ങിനേക്കാളും ഇച്ചിരൂടെ ക്വിക്കറായിട്ടുള്ള മെത്തേഡ്സാണ്. ആർട്ടിക്കിൾസിലേക്ക് നമുക്ക് ക്വിക്കറായിട്ട് ഹീറ്റ് എത്തിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അതുപോലെ തന്നെ നമുക്ക് പോറസ് മെറ്റീരിയലിലേക്കൊക്കെ ഈസിലി ടെമ്പറേച്ചർ, അതായത് ആ ഹീറ്റ് പെനട്രേറ്റ് ചെയ്ത് കയറാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഓട്ടോക്ലേവ്, ഇതിന് നമ്മൾ മെയിനായിട്ട് പറയുന്ന ഓട്ടോക്ലേവ് ആണ്. ഓട്ടോക്ലേവിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന വാട്ടർ എന്ത് ചെയ്യും, ബോയിൽ ചെയ്തതിന് ശേഷം ഇതിനകത്ത് വേപ്പർ പ്രഷർ, ആ വേപ്പർ പ്രഷർ സറൗണ്ടിങ്ങിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വലായി വന്നു കഴിയുമ്പോൾ അതിനകത്തെ വെള്ളം തിളച്ച് ആ സ്റ്റീമിലാണ് ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം എന്താവുന്നത്, സ്റ്റെറിലൈസ് ആവുന്നത്. When a pressure inside a closed vessel increases, the temperature at which water boil also increases. അപ്പോൾ അതിനകത്ത് ആ വെസലിനകത്തുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ എന്ത് ചെയ്യുന്നു, പ്രഷർ കൂടുന്തോറും അതിനകത്തുള്ള ടെമ്പറേച്ചർ കൂടുതലാവുന്നു. അങ്ങനെ വാട്ടർ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് ബോയിലാവുന്നു. ദെൻ സാച്ചുറേറ്റഡ് സ്റ്റീം ഹാസ് പെനട്രേറ്റീവ് പവർ. ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഈ പുറത്തേക്ക് വരുന്ന ഈ സ്റ്റീം, അതായത് ഈ വെള്ളം ചൂടാവുമ്പോൾ വരുന്ന സ്റ്റീമിന് എന്തിനുള്ള കഴിവുണ്ടെന്ന് വെച്ചാൽ ഇതിനൊരു പെനട്രേറ്റിംഗ്, അതായത് ആ സ്റ്റെറിലൈസിങ് അതിനകത്ത് വെച്ചിരിക്കുന്ന മീഡിയ എല്ലാം ഹോട്ട് എയർ ഓവനിൽ വെക്കുന്നതിനേക്കാളും, അതായത് ഡ്രൈ ഹീറ്റ് ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്നതിനേക്കാളും ഇച്ചിരി ബെറ്റർ ആയിട്ട് നമുക്ക് നന്നായിട്ട് പെനട്രേറ്റ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സാച്ചുറേറ്റഡ് സ്റ്റീം ഉപയോഗിച്ച്. ദെൻ സ്റ്റീം കണ്ടൻസ് ചെയ്ത് വാട്ടറായി മാറുന്നു. ദെൻ ആൻഡ് ഗീവ്സ് അപ്പ് ഇറ്റ് ലേറ്റൻറ്റ് ഹീറ്റ് ടു ദ സർഫസ് ആൻഡ് വെൻ ഇറ്റ് കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് എ കൂളർ സർഫസ്, അതായത് കൂളർ സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്കും എന്താണ്, ആ സ്റ്റീം അത് കണ്ടൻസ് ആയത് വാട്ടറായിട്ട് മാറുകയും ചെയ്യും. ദ ലാർജ് റിഡക്ഷൻ ഇൻ വോളിയം സക്സ് ഇൻ മോർ സ്റ്റീംസ് ടു ദി ഏരിയ ആൻഡ് ദ പ്രോസസ് കണ്ടിന്യൂ ടിൽ ദ ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് സർഫസ് ഈസ് റൈസ് ടു ദാറ്റ് ഓഫ് ദി സ്റ്റീം. അതായത് നമുക്ക് എന്താണ് അതിനകത്തുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും ഈ സ്റ്റീമിൻ്റെ ഹെൽപ്പോടു കൂടി നന്നായിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും.
ഇനി നമ്മൾ ഓട്ടോക്ലേവിൻ്റെ കമ്പോണൻസ് നോക്കുമ്പം വെർട്ടിക്കലായിട്ടുള്ളതും ഹൊറിസോണ്ടലായിട്ടുള്ള സിലിണ്ടർ ലൈക്ക് ഒരു ഗൺ മെറ്റൽ അല്ലെങ്കിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള കണ്ടില്ലേ, ഈ 2 എണ്ണം വെർട്ടിക്കലും ഹൊറിസോണ്ടൽ പോലെയുള്ള 2 എണ്ണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 എണ്ണം ഇതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ദെൻ ലിഡ് ഈസ് ഫാസ്റ്റൻഡ് ബൈ സ്ക്രൂ ക്ലാംസ്. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് സ്ക്രൂ എന്ന് പറയുന്നത്. നമ്മളിതിനകത്ത് ഇവിടെ ഒരു ചവിട്ടുന്ന ഒരിതുണ്ട്, അതിങ്ങനെ നമ്മൾ ചവിട്ടുമ്പോഴത്തേക്കുമാണ് ഇത് തുറന്നു വരും. ഇതിൻ്റെ ലിഡ് തുറന്ന് നമ്മളതിനകത്ത് വെള്ളം ഒഴിച്ച് അതിനൊരു പാത്രം പോലത്തെ ഇതുണ്ട്, അത് വെച്ച് അതിനകത്തേക്ക് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന മീഡിയയിൽ ആഡ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും അടച്ചതിന് ശേഷം ഇതെന്ത് ചെയ്യുന്നു, ഈ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മുറുക്കും. അങ്ങനെ ടൈറ്റ് ചെയ്ത് മുറുക്കുമ്പോഴത്തേക്കുമാണ്, മുറുക്കി കഴിഞ്ഞിട്ട് നമ്മളിത് എന്ത് ചെയ്യുന്നു, നമ്മൾ കറണ്ട് സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വരുന്ന ആ സ്റ്റീമിൻ്റെ ഇതിൽ അതിനകത്ത് പ്രഷർ കൂടും. ആ പ്രഷർ വന്നു കഴിയുമ്പോഴത്തേക്കും അത് ആ ഒരു ടെമ്പറേച്ചർ നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ് ആണ് നമ്മൾ ഇത് വയ്ക്കുന്നത്. ഇതിനകത്ത് 15 മിനിറ്റ് കൊണ്ട് നമ്മൾ 121 ഡിഗ്രി സെൽഷ്യസ് ആവും. ആ ഒരു ടെമ്പറേച്ചറാണ് ഇതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഇതിനും കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട്. നമ്മളിതിനകത്ത് വെച്ചും ഇത് ചൂടായി കഴിഞ്ഞ് അതിൻ്റെ ടെമ്പറേച്ചർ എല്ലാം കറക്റ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിനകത്ത് നമ്മൾ ചൂടായി നമ്മുടെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എൻഡ് ആയി കഴിയുമ്പം ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഓഫ് ആവും. ഇല്ലെങ്കിൽ നമ്മളത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് പ്രഷർ ഇപ്പം 15, അതായത് ആ ഒരു പ്രഷർ കറക്റ്റ് ഇതായിട്ട് നിൽക്കുമായിരിക്കും. ദെൻ നമ്മളത് അവിടെ കുറച്ച് നേരം കൂളാവാൻ വേണ്ടി വെക്കും. അങ്ങനെ കൂളാവാൻ അത് ഓഫ് ചെയ്തിട്ട് വെക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള പ്രഷർ തന്നെ കുറഞ്ഞ് അത് 0 ആയിട്ട് വരും. ദെൻ 0 ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ഓട്ടോക്ലേവ് തുറക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ തുറന്നു കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് പുക, അതായത് ആ ചൂട് നമ്മളിലേക്ക് അടിക്കും. അതിനകത്തുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം പൊട്ടാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ പ്രഷർ പോവാതെ നമ്മൾ ഒരിക്കലും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇതിനകത്തുള്ള പ്രഷറും ഈക്വൽ ആവാതെ നമ്മൾ ഒരിക്കലും തുറക്കാൻ പാടില്ല. ദെൻ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീഡിയ, കൾച്ചർ മീഡിയ, അതുപോലെ തന്നെ റബ്ബർ മെറ്റീരിയൽ, ഗൗണ്, ഡ്രസ്സിങ്, ഗ്ലൗസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, ഫാർമക്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോയിസ്റ്റ് ഹീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഓട്ടോക്ലേവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനും നമ്മൾ കൺട്രോൾസ് യൂസ് ചെയ്യാറുണ്ട്. തെർമോകപ്പിൾസ്, ബാക്ടീരിയൽ സ്പോർസ് ആയിട്ടുള്ള ബാസിലസ് സ്റ്റീരിയോ തെർമോഫിലസ്, പിന്നെ ബ്രൗണീസ് ട്യൂബ്, ഓട്ടോക്ലേവ് ടേപ്സ്. ഓട്ടോക്ലേവിന് നമ്മളൊരു ടേപ്പ് ഉണ്ട്, അതായത് നമ്മൾ അതിനകത്ത് വയ്ക്കുമ്പോൾ ഒരു ബ്രൗൺ കളറിലായിട്ടുള്ളൊരു ടേപ്പാണ്. ദെൻ ഓട്ടോക്ലേവ് കഴിഞ്ഞിട്ട് നമ്മളിതെടുക്കുന്ന വഴി ഈ ടേപ്പ് നോക്കുമ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്തൊരു ബ്ലാക്ക് കളറിലേക്ക് മാറും. അപ്പോൾ അതിൻ്റെ ഓട്ടോക്ലേവ് അത് കറക്റ്റായിട്ട് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ വയ്ക്കും. നമ്മുടെ സ്റ്റെറിലൈസേഷൻ കറക്റ്റാണോ എന്നറിയാൻ അതിനും കൺട്രോളുണ്ട്. പിന്നെ വരുന്ന അടുത്ത മെത്തേഡാണ് ഫിസിക്കലിനകത്ത് വരുന്നതാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഫിൽട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ സൊല്യൂഷനെ സ്റ്റെറിലൈസ് സൊല്യൂഷൻ ദാറ്റ് മേ ബി ഡാമേജ്ഡ് ഓർ ഡീനാച്ചുറഡ് ബൈ ഹീറ്റ്, ടെമ്പറേച്ചർ ഓർ കെമിക്കൽ ഏജൻറ്റ്. അതായത് നമ്മൾ ഹീറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ഏജൻറ്റ് വഴി അതിനെ ഡീനേച്ചറായി പോകുന്ന വസ്തുക്കളെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഫിൽട്രേഷനാണ്. യൂസ്ഡ് ഫോർ ദി സ്റ്റെറിലൈസേഷൻ ഓഫ് ഹീറ്റ് ലബൈൽ മെറ്റീരിയൽ, അതായത് സെറ, ഷുഗർ സൊല്യൂഷൻ, ആൻറ്റിബയോട്ടിക്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സാണ് എർത്തൻവെയർ ഫിൽറ്റർ അല്ലെങ്കിൽ കാൻഡിൽ ഫിൽറ്റർ, ആസ്പെറ്റോസ് ഡിസ്ക്, സ്റ്റിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ്, മെംബ്രെയിൻ ഫിൽറ്റേഴ്സ്, എയർ ഫിൽറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന കുറേ ഫിൽറ്റേഴ്സ് ഇതിന് വേണ്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വരുന്നതാണ് എർത്തൻ വെയർ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഒന്ന്, അതായത് കാൻഡിൽ ഫിൽറ്റേഴ്സ്. ഇതാണ് ഈ കാണുന്നതാണ് കാൻഡിൽ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ മെയിനായിട്ടും ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് പോറോസിറ്റിയിൽ ഇത് നമ്മൾ
കാണപ്പെടും. ഇതിനകത്തൂടെ നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ടും ഈ കാൻഡിൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് 2 തരത്തിലുണ്ട്. അൺഗ്ലേസ്ഡ് സെറാമിക് ഫിൽറ്റേഴ്സും അതുപോലെ തന്നെ കംപ്രസ്ഡ് ഡയറ്റമേഷ്യസ് എർത്ത് ഫിൽറ്റേഴ്സ്, അങ്ങനെ 2 ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സും ഉണ്ട്. ഇനി വരുന്നത് ആസ്പെറ്റോസ് ഫിൽറ്റേഴ്സ്. ഈ ആസ്പെറ്റോസ് ഫിൽറ്റേഴ്സ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, കാരണം ഇച്ചിരി ഒരു ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇതാണ് ആസ്പെറ്റോസ് ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പം. ഇത് നമ്മളൊരു ഡിസ്ക് ഓഫ് ആസ്പെറ്റോസിൻ്റെ ഡിസ്ക് വെച്ചിട്ടാണ് ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതിനും പല തരത്തിലുള്ള പോറോസിറ്റി ഉള്ള രീതിയിൽ ഉള്ള ഡിസ്ക് നമുക്ക് കിട്ടും. ദെൻ മെയിനായിട്ടും ഒരു മെറ്റൽ ഫണൽ, അതിനകത്ത് ഒരു മെറ്റൽ ഡിസ്ക് സപ്പോർട്ട് ചെയ്ത് വെച്ച രീതിയിൽ നമുക്കിത് കിട്ടും. ദെൻ ഇറ്റ് ഈസ് ദെൻ ഫിൽറ്റേർഡ് ഓൺ ടു എ സ്റ്റെറൈൽ ഫ്ലാസ്ക് ത്രൂ എ സിലിക്കോൺ റബ്ബർ ബഗ്. അതായത് ഒരു സിലിക്കോൺ റബ്ബർ ബഗിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മളൊരു സ്റ്റെറൈലായിട്ടുള്ള ഫ്ലാസ്കിനകത്തേക്കാണ് ഇത് യൂസ് ചെയ്ത് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. പിന്നെ വരുന്നത് ഇതാണ് ആസ്പെറ്റോസ് ഫിൽറ്ററിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. അത് ഹോൾഡ് ചെയ്യുന്ന ഹോൾഡർ. ദെൻ സിൻറ്റേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ്. ഈ സിൻറ്റേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് ഇച്ചിരി എക്സ്പെൻസീവാണ്, അതുകൊണ്ട് അതങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ദെൻ മെയിനായിട്ടും പൗഡേർഡ് ഗ്ലാസ് പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിൻറ്റേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതും പല പോറസിലുള്ള സൈസ് നമുക്ക് കിട്ടും. ദെൻ ഈ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈസിലി ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ലോ അബ്സോർപ്ഷൻ പ്രോപ്പർട്ടീസ് ആണ്, അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്കിൾസ് അതിൽ ഷെഡ് ചെയ്ത് കിടക്കത്തില്ല. ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഫിൽറ്ററാണ്. അടുത്തതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ് മെംബ്രെയിൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് പോളിമെറിക് മെറ്റീരിയൽ, അതായത് സെല്ലുലോസ് ഡയസറ്റേറ്റ്, പോളികാർബണേറ്റ്, പോളിയെസ്റ്റർ അതുപോലെയുള്ള പോളിമെറിക് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഈ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഈ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് നമുക്ക് 0.015 to 12 mm വരെയുള്ള സൈസിൽ പോറോസിറ്റി, അതായത് ആ പോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദ്വാരങ്ങൾ ഇതിനകത്തൂടെ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിലുള്ള ആ ഒരു വലുപ്പം തൊട്ടുള്ള പോർ സൈസ് ഉള്ളത് വരെ നമുക്ക് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. കൂടുതലായിട്ടും നമ്മൾ 0.22 mm ഫിൽറ്റേഴ്സാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അതായത് ബാക്ടീരിയയുടെ സൈസിനേക്കാളും സ്മോളർ ആയിട്ടുള്ള സൈസുള്ള ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും വാട്ടർ അനാലിസിസ്, പിന്നെ ബാക്ടീരിയയുടെ കൗണ്ടിന് വേണ്ടിയിട്ട്, വെള്ളത്തിലുള്ള ബാക്ടീരിയയുടെ കൗണ്ട് ചെയ്യാൻ വേണ്ടി, സ്റ്റെറിലിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഈ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്ട്രിംഗ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പോർ സൈസിലുള്ള ഈ സിറിഞ്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ മെംബ്രെയിൻ ഫിൽറ്റേഴ്സുമായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിറിഞ്ച് ഫിൽറ്റേഴ്സ് വിത്ത് മെംബ്രെയിൻ ഫിൽറ്റേഴ്സും ഡിഫറെൻറ്റ് പോറോസിറ്റിയിലുള്ളതും അവൈലബിൾ ആണ്. ഇത് മെയിനായിട്ടും ഈ ഡിസ്കിനകത്തൂടെ, അതായത് ഈ മെംബ്രെയിനകത്തൂടെ നമ്മൾ ഫ്ലൂയിഡിനെ ഫോഴ്സ് ചെയ്ത് താഴേക്ക് വിടുന്നു. ദെൻ അതിനകത്തൂടെ ഇതെന്ത് ചെയ്യുന്നു, സ്റ്റെറിലൈസ് ചെയ്ത് ഇറങ്ങി വരുന്നു. എയർ ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഫിൽട്രേഷൻ മെത്തേഡ് വഴിയാണ് നമുക്ക് എയറിനെ ഫിൽറ്റർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹെപ്പ ഫിൽറ്റർ. ഓക്കെ, എയർ ഫിൽറ്റേഴ്സായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹെപ്പ ഫിൽറ്റർ. നമ്മുടെ മുമ്പേ പറഞ്ഞായിരുന്നു നമ്മൾക്ക് നമ്മുടെ ഈ കാണുന്നതാണ് ലാഫ്, അതായത് ലാമിനാർ എയർ ഫ്ലോ. നമ്മൾ ഓർഗൻസത്തിനെയൊക്കെ ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റാണ്, ബയോസേഫ്റ്റി ക്യാബിനറ്റാണ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന ഫിൽറ്ററാണ് ഹെപ്പ ഫിൽറ്റർ എന്ന് പറയുന്നത്. പിന്നെ റേഡിയേഷൻ, നോൺ അയണൈസിങ് റേഡിയേഷൻസ്, അയണൈസിങ് റേഡിയേഷൻസ്, ഇതൊക്കെ നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ്. പിന്നെ വരുന്നത് കെമിക്കൽ മെത്തേഡ്സ് ആണ്. കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞു ആൻറ്റിസെപ്റ്റിക്സ്, ഡിസിൻഫെക്റ്റൻസ് ഒക്കെയാണ് നമ്മൾ കെമിക്കൽ ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡിസിൻഫെക്റ്റൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് ആ ഒരു ഓർഗാനിക് സബ്സ്റ്റൻസിൽ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കണം. അതായത് ആ ഒരു സർഫസ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അത് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ പെട്ടെന്ന് തന്നെ അതിനെ കില്ല് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉള്ളതായിരിക്കണം. എല്ലാ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജൻസിനെയും എഫക്റ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂസിനോ അതോ അല്ലെങ്കിൽ നമുക്ക് ഒരു പോയിസണസ് ആയിട്ടുള്ള എഫക്റ്റ് ഒന്നും ഉണ്ടാവാൻ, അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ഡിസിൻഫെക്റ്റൻറ്റ് കൊണ്ട്. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ
ഈസിലി പെനട്രേറ്റ് മെറ്റീരിയൽ ടു ബി ഡിസിൻഫെക്റ്റഡ് വിത്തൗട്ട് ഡാമേജിങ് ഓർ ഡിസ്കളറൈസിങ് ഇറ്റ്. അതിന് ഒരു ഡാമേജും വരാതെ നമുക്കതിനെ ഡിസിൻഫെക്റ്റൻ്റ് ചെയ്ത് എടുക്കണം. അതുപോലെ തന്നെ അത് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കണം. പിന്നെ ലൈറ്റിനോടൊക്കെ സ്റ്റേബിൾ ആയിരിക്കണം. ലൈറ്റ്, ഹീറ്റ്, അതുപോലെ തന്നെ മറ്റ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനോടൊക്കെ സ്റ്റേബിൾ ആയിട്ടുള്ളതായിരിക്കണം ഈ ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്പെൻസ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരിക്കണം. അതുപോലെ തന്നെ അതിനൊരു അൺപ്ലീസൻ്റ് ആയിട്ടുള്ള ബാഡ് ആയിട്ടുള്ള സ്മെല്ലൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഒരു ഐഡിയൽ ഡിസിൻഫെക്റ്റൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി കെമിക്കൽ ഏജൻറ്റ്സ് എന്ന് പറയുന്നത് പലതരത്തിൽ ആക്ട് ചെയ്യും. മെയിനായിട്ടും പ്രോട്ടീൻ കൊയാഗുലേഷൻ, അതുപോലെ തന്നെ സെൽ മെംബ്രെയിനിൽ എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കുക, പിന്നെ ഫ്രീ സൾഫഹൈഡ്രൈൽ ഗ്രൂപ്പ്സിൻ്റെ റിമൂവൽ, പിന്നെ സബ്സ്ട്രേറ്റിൻ്റെ കോമ്പറ്റീഷന്, ഇതൊക്കെയാണ് മെയിനായിട്ടും ഒരു കെമിക്കൽ ഏജൻറ്റ് ഇങ്ങനെയാണ് ഡിസിൻഫെക്റ്റൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ പൊട്ടൻസിയെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഇതിനകത്ത് സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ, അതിനകത്തുള്ള സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ, പിന്നെ എത്ര ടൈമാണ് അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്, ആ മീഡിയത്തിൻ്റെ pH, ടെമ്പറേച്ചർ, ആ ഓർഗൻസത്തിൻ്റെ നേച്ചർ, അതുപോലെ തന്നെ ഓർഗാനിക് മാറ്റർ എന്തെങ്കിലും പ്രസൻ്റ് ആണോ എന്നുള്ളതും ഒക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഈ ഡിസിൻഫെക്റ്റൻ്റ് തന്നെ 3 തരത്തിലുണ്ട്: ഹൈ ലെവൽ, ഇൻ്റർമീഡിയറ്റ്, ലോ ലെവൽ. ഹൈ ലെവലിൽ വരുന്നതാണ് ഗ്ലൂട്രാൽഡിഹൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ വരുന്നതാണ് ആൽക്കഹോള്, ഫിനോൾ കോമ്പൗണ്ട്സ്. ലോ ലെവലിൽ വരുന്നതാണ് ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ്. ഓക്കെ, ദെൻ ആൽക്കഹോൾസ്, ആൾഡിഹൈഡ്, ഫോമാൾഡിഹൈഡ്. ഇതൊക്കെ നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എഥനോൾ, അതുപോലെ തന്നെ ഐസോപ്രോപ്പനോളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഡിസിൻഫെക്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ ഈ ഇത് ഒരു സ്കിൻ ആൻറ്റിസെപ്റ്റിക് ആയിട്ടും, പിന്നെ ഈ ബാക്ടീരിയയുടെ പ്രോട്ടീൻസിനെയൊക്കെ ഡീനേച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ആൽക്കഹോൾ യൂസ് ചെയ്യാറുണ്ട്. ബാക്ടീരിയനെ നമുക്ക് പെട്ടെന്ന് തന്നെ കൊല്ലാൻ, അതായത് ട്യൂബർക്കിൾ ബാസിലെ പോലെയുള്ള പിന്നെ നോൺ സ്പോറോസിഡൽ ആയിട്ടുള്ള ബാക്ടീരിയനെയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ആൽക്കഹോൾ വെച്ച് കില്ല് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു 60 തൊട്ട് 70% മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. മെയിനായിട്ടും ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഫംഗൽ സ്പോർസിനോടൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ആൾഡിഹൈഡ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഓഫ് ആൾഡിഹൈഡ് ഉണ്ട്: ഫോമാൾഡിഹൈഡും ഗ്ലൂട്രാൾഡിഹൈഡും. അതാണ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യാറ്. ഫോമാൾഡിഹൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും അമിനോ ഗ്രൂപ്പ്, അതായത് പ്രോട്ടീൻ മോളിക്യൂൾസിനകത്തുള്ള അമിനോ ഗ്രൂപ്പിനോട് എഗനസ്റ്റ് ആയിട്ട് ആക്ടിവിറ്റി കാണിക്കുന്നതാണ് ഈ ഫോർമാൾഡിഹൈഡ് എന്ന് പറയുന്നത്. ഇത് ബാക്ടീരിയയോടും അതുപോലെ തന്നെ അതിൻ്റെ സ്പോർസ്, വൈറസ്, ഫംഗൈ അതിനോടൊക്കെ ലീതലാണ്. ഇത് കൊടുത്താൽ അതെല്ലാം ഡെഡായിട്ട് പോകും. ഇറ്റ് ഈസ് എംപ്ലോയ്ഡ് ഇൻ ദി ലിക്വിഡ് ആൻഡ് വേപ്പർ സ്റ്റേറ്റ്, അതായത് ലിക്വിഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ വേപ്പർ സ്റ്റേറ്റ്സിലും ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ 10% ആയിട്ടുള്ള അക്യൂസ് സൊല്യൂഷനാണ് ഫോമാൾഡിഹൈഡിൻ്റെ. 10% അക്യൂസ് സൊല്യൂഷനാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ വാക്സിൻസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ 10% ഫോർമാലിനിൽ 0.5% സോഡിയം ടെട്രാബോറേറ്റ് ആഡ് ചെയ്തിട്ടാണെങ്കിൽ അത് നമ്മൾ ക്ലീൻ മെറ്റൽ ഇൻസ്ട്രുമെൻസിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ ഫോമാൾഡിഹൈഡ് ഗ്യാസും നമ്മൾ ഇൻസ്ട്രുമെൻസിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള കത്തീറ്റേഴ്സ്, വാർഡൊക്കെ ഫ്യൂമിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ലാബോറട്ടറീസൊക്കെ ഫ്യൂമിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോമാൾഡിഹൈഡിന് ഗ്യാസ് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഗ്ലൂട്രാൾഡിഹൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോർമാൾഡിഹൈഡിൻ്റെ അതേപോലെ തന്നെയുള്ള സിമിലർ ആക്ടിവിറ്റീസ് ആണ്. അത് ഇച്ചിരി മോർ ആക്റ്റീവാണ്, എന്നാൽ അത് ലെസ് ടോക്സിക്കാണ്. ഫോർമാൾഡിഹൈഡിനെ വെച്ച് നോക്കുമ്പോൾ ഗ്ലൂട്രാൾഡിഹൈഡ് എന്ന് പറയുന്നത് മോർ ആക്റ്റീവാണ്, അതുപോലെ തന്നെ ലെസ് ടോക്സിക്കുമാണ്. ഇതിന് നമ്മളൊരു 2% ബഫേർഡ് സൊല്യൂഷനാണ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് കൊമേഴ്ഷ്യലി നമുക്ക് സിഡെക്സ് എന്ന പേരിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മൾ മെയിനായിട്ടും സൈറ്റോസ്കോപ്പസ്, എൻഡോസ്കോപ്സ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്ലാസ്റ്റിക് ആയിട്ടുള്ള എൻഡോട്രക്കിയൽ ട്യൂബ്സ്, ഫേസ് മാസ്ക് അതൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഗ്ലൂട്രാൾഡിഹൈഡ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത് ഫീനോൾസ്. ഫീനോൾ എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ ഓഫ് കോൾ ടാർ, അതായത് ഒരു 170°C തൊട്ട് ഒരു 270°C ഒക്കെ കൊടുത്ത് നമ്മൾ ഈ കോൾ ടാർ ഡിസ്റ്റിലേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഫീനോൾസ് കിട്ടുന്നത്. ദെൻ സെൽ മെമ്പറൈനിൽ ഡാമേജ് ഉണ്ടാക്കും ഈ ഫീനോൾ. നമ്മൾ 1% ആണ് ഫീനോളിൽ ഒരു ബാക്ടീരിയസിഡൽ ആക്ട്, അതായത് ആ ഫീനോൾ 1% എടുത്താൽ മതി ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫീനോൾ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള
ക്ലോറോഹെക്സിഡിന്, ഹെക്സാക്ലോറോഫെയിന് അതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഹാലോജൻസ്. ക്ലോറിൻ, അയഡിൻ അതാണ് മെയിനായിട്ടും വരുന്നത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇതിന് ബാക്ടീരിയസിഡൽ എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള ബാക്ടീരിയയോടും വൈറസിനോടും ഒക്കെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഈ ഹാലോജൻസ് എന്ന് പറയുന്ന ക്ലോറിനും അയഡിനും ഒക്കെ. ക്ലോറിൻ നമ്മൾക്കറിയാം വാട്ടർ സപ്ലൈസ്, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾസ്, ഡയറി ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ ക്ലോറിൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡറായിട്ട് മേടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ക്ലോറിൻ യൂസ് ചെയ്യാറുണ്ട്. ഹൈപ്പോക്ലോറൈഡ്സ് നമുക്ക് എന്തൊരു ബാക്ടീരിയസിഡൽ, അതുപോലെ തന്നെ ഫംഗിസിഡൽ, വൈറസിഡൽ, സ്പോറോസിഡൽ ആക്ഷൻ ഉണ്ട്. ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഈ HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വൂണ്ടൊക്കെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് നമ്മൾ ക്ലോറമൈൻസ് ആണ് യൂസ് ചെയ്യാറ്. ഇതെല്ലാം ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. വൂണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെല്ലാം റിമൂവ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ വരുന്നതാണ് അയഡിൻ എന്ന് പറയുന്നത്. അയഡിൻ അക്വസ് ആൻഡ് ആൽക്കഹോളിക് സൊല്യൂഷനാണ്. നമ്മൾ മെയിനായിട്ടും സ്കിൻ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടാണ് അത് യൂസ് ചെയ്യാറ്. ദെൻ അയഡിൻ ഓഫ്റ്റൻ ഹാസ് അപ്ലൈഡ് ടു ആസ് ടിങ്ചർ ഓഫ് അയഡിൻ. ഓക്കെ, അതായത് വാട്ടർ, എഥനോൾ സൊല്യൂഷന് ഒക്കെ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് അയഡിൻ യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ ബാക്ടീരിയസിഡൽ, പിന്നെ സ്പോസിനോടും ബാക്ടീരിയനെ കില്ല് ചെയ്യും. പിന്നെ ചില ടൈമിൽ സ്പോസിനെയും കില്ല് ചെയ്യാറുണ്ട്. ട്യൂബർക്കിൾ ബാക്ടീരിയ, വൈറസിനോടൊക്കെ ഇത് ആക്റ്റീവാണ്. പിന്നെ ഡൈസ്, അൻലീന്, അക്രിഡിൻ ഡൈസ് ഒക്കെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ സർഫസ് ആക്റ്റീവ് ഏജൻറ്റ്സ്, ഫോമാൽഡിഹൈഡ് ഗ്യാസ്, ഇതൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. നമ്മൾ ഈ ഡിസിൻഫെക്റ്റൻ്റ് നല്ലതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ, റൈഡൽ വോൾക്കർ ടെസ്റ്റ്, ചിക്ക് മാർട്ടിൻ ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റുകളൊക്കെ നമ്മൾ ഡിസിൻഫെക്റ്റൻ്റ് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.